ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബ്രൗണിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വരെയും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എണ്ണ തടവി വെക്കണം. അതിന് വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ ടിന്നെടുത്തിട്ട് അതിലേക്ക് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. സൈഡിലും താഴേയൊക്കെ ആയിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ കട്ടാക്കിയിട്ട് അതിലും എന്ത് ചെയ്യുക, എണ്ണ തടവി വെക്കുക കേട്ടോ. ശേഷം ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാനായിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചേക്കാണ്. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വരണം. അപ്പോഴാണ് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് അനുസരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ചോക്ലേറ്റ്സ്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, ഈ ചോക്ലേറ്റ്സ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് പതിയെ പതിയെ ഇളക്കി കൊടുത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നത് ഈ ഒരു ചോക്ലേറ്റ്സ് ആണ്. എൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ചോക്ലേറ്റ്സ് ആണ് ഞാൻ കട്ടാക്കി എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാൻ സാധിക്കും. സിമ്പിളായിട്ട് അത് പതിയെ പതിയെ മെൽട്ടായി വരികയും ചെയ്യും. ശേഷം ഞാൻ ബട്ടർ ഇടുന്നുണ്ട്. നമ്മൾ എത്ര ചോക്ലേറ്റ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് കുറച്ച് ബട്ടർ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ അധികം അങ്ങോട്ട് മെൽട്ടായില്ലെങ്കിലും അത്യാവശ്യം മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മെൽട്ടാവാനായിട്ട് ഞാൻ കുറച്ച് പാലും ഒഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് പാലും കൂടിയും ഒഴിക്കാൻ ശ്രമിക്കുക. ആ ബൗൾ മാറ്റി വെച്ചിട്ട് വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിടാം. എന്നിട്ട് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ വിസ്ക് യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ കൊണ്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അധികം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. 3 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഒരു കൺസിസ്റ്റൻസി രൂപമായിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ടിട്ട് നല്ല രീതിയിൽ അരിച്ചെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. കട്ടകൾ കാറിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നല്ല രീതിയിൽ അരിച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ. ഇനി നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോറായ മൈദ, കൊക്കോ പൗഡർ പോലുള്ള കാര്യങ്ങളൊക്കെ, ബേക്കിംഗ് പൗഡർ പോലുള്ളതൊക്കെ എപ്പോഴും അരിച്ചെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ കട്ടകൾ പോലുള്ളതൊക്കെ റിമൂവ് ആവാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ. ആ സമയത്ത് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ബേക്കിൻ്റെ ഓപ്ഷനിൽ 150 ഡിഗ്രി സെൽഷ്യസിലാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. മിക്സൊക്കെ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന ആ ടിന്നിലേക്ക് നമ്മുടെ മിക്സ്ചർ എന്ത് ചെയ്യുക, ഒഴിച്ച് വെക്കുക. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ കട്ടകളും കാര്യങ്ങളും ബബിൾസ് പോലുള്ളതൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഓവനിലേക്ക് 30 മുതൽ 40 മിനിറ്റ് വരെയും 150 ഡിഗ്രി സെൽഷ്യസ് ബേക്ക് ഓപ്ഷനിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത് കേട്ടോ. ഞാൻ അത്യാവശ്യം 40 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്ന് കുത്തി നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പതിയെ നൈഫ് കൊണ്ട് സൈഡിലൊന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് റിമൂവ് ആക്കി എടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് ആ ബട്ടർ പേപ്പറിൽ നിന്ന് അങ്ങനെ പോരാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, പെട്ടെന്ന് അങ്ങനെ റിമൂവ് ചെയ്താൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മാക്സിൻ്റെ കോളത്തിൽ കാണുന്ന പോലെ 3 ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പം നമ്മൾ ബ്രൗണീസ് കടകളിൽ കണ്ടിട്ടില്ലേ, ആ രൂപത്തിലാണല്ലോ കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ശേഷം ഞാൻ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ഞാനൊന്ന് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് അനുസരിച്ച് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സാധാ പോലെ നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ ആ ഒരു രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. മസ്റ്റ് ട്രൈ ആണ്. കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.